പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇങ്ങോട്ട് പൊതുവെ മഴ കുറവാണേ. അപ്പം മഴ കുറവായതുകൊണ്ട് ഏലമൊക്കെ അത്ര നന്നായിട്ട് അങ്ങ് നിൽക്കുന്നില്ല. നാട്ടിൻപുറത്തൊക്കെ നല്ല മഴയാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് മഴ കുറവാണ്. നമുക്ക് മഴ കുറവായതുകൊണ്ട് നനയ്ക്കണമെന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് വരുന്നത്. ഈ കമ്പംമെട്ട് ബോർഡർ സൈഡൊക്കെയാണ് മഴ കുറവ്, ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ എന്നാന്നൊക്കെ നോക്കാം. കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക, എന്ത് കാണിക്കുവാണെന്നൊന്നും അറിയത്തില്ല, പോയി നോക്കാം. കുഞ്ഞ് സ്കൂളിൽ ചെന്നിട്ട് തിരിച്ചു വന്നു. കുഞ്ഞിയുടെ യൂറിൻ പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. എന്നാ പരിപാടി ഇന്ന് സ്പെഷ്യൽ? ഇതുകൊള്ളാം, മത്തിയും അയലയും ഉണ്ടല്ലേ. മത്തി എന്നാ ചെയ്യാനാ പ്ലാൻ? ഇത് മത്തിക്കകത്ത് കണ്ടോ നിറയെ പനഞ്ഞനുണ്ട്. ഇത് നല്ല തോരൻ ടേസ്റ്റ് വെച്ചാ ആയിരിക്കും. നല്ലതല്ലേ, മീനിനേക്കാളും ടേസ്റ്റാ മീനിന്റെ മുട്ടയ്ക്കല്ലേ. മത്തി വറക്കാം, അയല കറി വെക്കാം. അത് കൊള്ളാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഈ കടലിൽ ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മീനെ ഈ അയല മത്തിയെല്ലാം പിടിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും ഉപ്പിടുന്നതിൻ്റെ കാര്യം പരമ്പരാഗതമായിട്ട് കാരണന്മാർ ചെയ്തത് നമ്മളങ്ങ് അതുപോലെ തന്നെ ചെയ്യുന്നുള്ളതുള്ളൂ, അതോ? അതല്ല, ഇത് ഉപ്പിനകത്ത് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കയറി കഴിയുമ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാണല്ലോ ഇവിടെ വരുന്നത്. അപ്പൊ അവർക്ക് ആ ഉപ്പിന്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഓർമ്മ വരാൻ വേണ്ടി. അല്ലാതെ ഉളുമ്പ് പോകാനൊന്നും അല്ല. എന്തിനാണാവോ, എന്തിനാണേലും ഇടും. അതെയല്ലേ. പിന്നെ വെട്ടിക്കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും. ഓക്കെ, അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി, അതുകൊണ്ടായിരിക്കും. എന്നാ പിന്നെ അവർക്കൊരു വിഷമം വരണ്ട, നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടു. കുറെ ദിവസമായി നമ്മള് വീഡിയോ ഇട്ടിട്ടല്ലേ, എടുത്തിട്ട്. കഴിഞ്ഞ മാസം കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസമൊക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. ഉഴപ്പെന്ന് വെച്ചാൽ അച്ചമ്മച്ചിയും അങ്ങോട്ട് പോയി, അമ്മ ഏറ്റുമാനൂര്, പിന്നെ പോപ്പയും കുഞ്ഞ് സ്കൂളിൽ പോകും. നമുക്കാണ് ഇവിടുന്നോട്ട് എങ്ങോട്ടൊന്നും ഉഴപ്പായിരുന്നു. ഉഴപ്പെന്ന് വെച്ചാൽ അച്ചമ്മച്ചിയും അങ്ങോട്ട് പോയി, അമ്മ ഏറ്റുമാനൂര്, പിന്നെ പോപ്പയും കുഞ്ഞ് സ്കൂളിൽ പോകും. നമുക്കാണ് ഇവിടുന്നോട്ട് എങ്ങോട്ടൊന്നും പോകാനുള്ള ഒരു സമയം കിട്ടുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം. കുറവാണ് വീഡിയോ എടുക്കുന്നതുമല്ല. ചമ്മച്ചിങ്ങളെ വരട്ടെ. അതെ, ഒരാഴ്ചയും കൂടെ എടുക്കുമായിരിക്കും വരെ. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമെന്ന്. കുഞ്ഞാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയിട്ട് തലവേദനയായിട്ട് തിരിച്ചു വന്നു. അതെയല്ലേ, നമ്മുടെ ഈ വിറകടുപ്പിൽ വെച്ച് സെറ്റ് ചെയ്താലോ? അടുപ്പേ വെക്കാം മീൻകറി. അതെ, സെറ്റ് ചെയ്യാം അല്ലേ. ഞാൻ എല്ലാവരെയും വെക്കുന്നത്. ആണോ? ഈ ദോശയും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഗ്യാസിൽ വെക്കുന്നുള്ളൂ. ഇത് നല്ല സെറ്റായില്ലേ അടുപ്പ്? പിന്നെ കുക്കറി വെക്കണ്ടേ, അത്യാവശ്യമുള്ള സാധനങ്ങളും മാത്രമേ ഗ്യാസിൽ വെക്കും, ബാക്കിയെല്ലാം അടുപ്പയില. നമ്മൾ രാവിലെ വന്ന കിളികളെല്ലാം അവിടെ കിടന്ന ചോറെല്ലാം കൊത്തി തിന്നിട്ട് പോയി കേട്ടോ. അവരെ എപ്പോഴും ഈ മഴ ഇച്ചിരി തോർന്ന് കഴിയുമ്പോൾ വരുവേ. അന്നേരം ഞാൻ കുറച്ച് അവിടെ ചോറ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, ചോറും അരിയൊക്കെ ഇട്ട് വെക്കും. അതെല്ലാം തീർന്നു. ഞാൻ മീൻ വെട്ടി കഴുകിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മീൻ മുട്ട വേഗം മണം അടിച്ചപ്പോൾ തലവേദനക്കാരൻ എണീറ്റ് വന്നിട്ടുണ്ട്. തലവേദന പോയില്ല, പക്ഷേ വിഷന്റെ ഇത് ശരിയായി. ആണോ? ഇന്ന് ടെസ്റ്റ് പേപ്പറോ ഹോംവർക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പെൻഡിങ്? ഏയ് ഇല്ല, ശരിക്കും സ്കൂളിൽ ചെന്നപ്പോഴേ പെട്ടെന്നൊരു തലവേദന. അല്ലല്ല, ഉറപ്പാണല്ലോ. മീൻ കറി വെക്കാനാ? മീൻ കറി വെക്കാം നമുക്ക്. എൻ്റെ ചട്ടി ചൂടായി, എന്നാ മീൻ കറി വെച്ചേക്കാം. എണ്ണ നല്ലപോലെ ചൂടായി, നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, എണ്ണയൊക്കെ തണുപ്പായപ്പോഴത്തേനും ഉറങ്ങാൻ തുടങ്ങി. എണ്ണ ഉരുക്കാനായിട്ട് ഞാൻ കൊണ്ട് അടുപ്പിൻ്റെ അടുത്ത് വെച്ചതായിട്ടോടെ. കുപ്പിയുടെ അവസ്ഥ ഇതിപ്പോ കൊള്ളാലോ, ഒരു വിന്റേജ് ടച്ച് ഉണ്ട്. ആണോ? അടുപ്പേ നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ എല്ലാം ഇതല്ല. അതെ അതെ, ഇപ്പൊ ഇതേന്ന് മാറ്റാൻ സമയമില്ല. വിറകെല്ലാം ഉടനെ തീരുമെന്ന് തോന്നുന്നു. അതെ, ഒത്തിരി വിറകുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പെട്ടെന്ന് തീരുന്ന ലക്ഷണമായി ഇപ്പൊ. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളകും എല്ലാം കൂടെ, കരിയാപ്പിലയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഇച്ചിരി ചതച്ചിട്ടുണ്ടേ. ഞാൻ എന്തായാലും ഇത് റെഡിയാവുന്ന നോക്കി നിൽക്കുന്നില്ല. ഞാൻ 8:30 ആയപ്പോ കഴിച്ചതല്ലേ, ഞാൻ ചോറിനാൻ പോവാ. സ്കൂളിൽ കഴിക്കുന്ന ടൈമായി. നീ ഉച്ചക്ക് കൊണ്ടുപോയ ചോറ് തിരിച്ചു കൊണ്ടുവച്ചിട്ടില്ലേ? അതങ്ങ് കഴിച്ചാ മതിയല്ലോ. മതി. പൊതിച്ചോറായില്ലേ ഇന്ന്? അതെ അതെ, വാഴയിലയുടെ കുറവാ ഉള്ളു. നമ്മുടെ എല്ലാം മൂത്തിട്ടുണ്ട്, ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫിഷ് മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ചൂടാക്കി കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം, സെറ്റാക്കി എടുക്കാം. ഞാൻ കഴിക്കട്ടെ? എനിക്കിതൊന്ന് അടുപ്പത്തോട്ട് ഇട്ടിട്ട് നീ പൊക്കോ.
ഗ്യാസേ വെക്കുന്ന പോലെ അല്ല കേട്ടോ ഇതേലേ പെട്ടെന്ന് മുളക് പൊടിയൊക്കെ സൂക്ഷിച്ചില്ല കരിഞ്ഞു പോകും. ഞാൻ ഓർത്ത് സമയം എടുക്കൂന്ന് സമയം പറയുന്നത്. എടുക്കുമല്ലടാ ഇത് തീ ഇങ്ങനെ ഗ്യാസിലാണെങ്കിൽ നമുക്ക് തീ കുറച്ചൊക്കെ വെക്കാമല്ലോ. ഇത് പെട്ടെന്ന് അങ്ങ് മൂക്കും. വെട്ടം കുറച്ച് കുറവുണ്ടല്ലേ? വെട്ടം ഇച്ചിരി കുറവ്, വെയിലില്ലല്ലോ, മൂടലല്ലേ, അതുകൊണ്ടായിരിക്കും. മൂടലല്ലേ അതാ. മഴ പെയ്യുമായിരിക്കോ? മഴ ചെറുതായിട്ട് തൂളി നിൽക്കുമായിരുന്നു. അപ്പൊ അമ്മ അപ്പുറത്തോട്ട് വരെ പോയി, നമുക്കിനി അത് മൂടി വെച്ചേക്കാം. ഞാനേ ചേർത്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ രണ്ടുപേര് വന്നു, അങ്ങോട്ടൊന്ന് പോയി. അപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ചു, അല്ല ഉപ്പിട്ട്. ഈ പുളി കൂടി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇനി എന്നാ മീനാ അമ്മേ? ഇത് അയലയും മത്തിയും വാങ്ങിച്ചായിരുന്നേ. അയല കറി വെക്കാം നമുക്ക്. മത്തി വറക്കാനായിട്ട് കുറച്ച് പുരട്ടി വെച്ചു, 2 അയലയും കുറച്ച് മത്തിയും കൂടെ. കുറച്ച് നാളെ ഇനി 2-3 ദിവസത്തേന് കാണൂലേ ഇത്. മീനും കൂടെ ഇട്ടങ്ങ് കൊടുത്തേക്ക്. പുകയുണ്ട് കേട്ടോ. മീൻ മുട്ട മതി, ഞാൻ ചോറുണ്ടോളാം. നീ ചോറുണ്ടോ? കുഞ്ഞിക്ക് മീൻ ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ മീനിന് പകരം ചിക്കൻ മേടിക്കാന്ന് പറയുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഓർത്തെ ഈ കുഞ്ഞു പറയുന്നതാണല്ലോ സത്യം. എന്നാന്നറിയോ, അയലയ്ക്കും മത്തിക്ക് 280 രൂപയായിരുന്നു 1 കിലോയ്ക്ക്. അപ്പൊ ഞാൻ ഓർത്തു നീ പറയുന്നതാണല്ലോ ശരി, ഈ പൈസക്ക് ചിക്കൻ വാങ്ങിക്കായിരുന്നല്ലോ എന്ന്. അതാകുമ്പോ നീയും കൂടെ കൂട്ടുമായിരുന്നല്ലോ. പക്ഷെ മീൻ ഒമേഗ 3 അതും വേണം. അത് ആഴ്ചയില് ഇത്രയും ക്വാണ്ടിറ്റിയിൽ മേടിക്കുന്നോണ്ട് കുറച്ചാലും മതി. ചിക്കൻ പ്രോട്ടീൻ അല്ലേ, അത് നമുക്ക് ഡെയിലി വേണമല്ലോ. ഭയങ്കര വില ഇപ്പൊ എല്ലാത്തിനും. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ അല്ലേ? അതവിടെ ഇരിക്കട്ടെ, നിനക്ക് ചോറ് തരാം. അപ്പൊ എന്റെ ടിഫിൻ ബോക്സിൽ ലഞ്ച് ബോക്സ് പൊതിച്ചോറ് കറിയെല്ലാം കൂടെ മിക്സ് ആയല്ലോടാ. കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ, മാങ്ങാച്ചാറും കൂർക്ക മെഴുക്കുവരട്ടിയായിരുന്നു. അതിന്റെ അകത്തും കറിയുണ്ട്. പിന്നെ അമ്മേ, രാവിലത്തെ കോളിഫ്ലവർ ഇല്ലേ അപ്പത്തിന് വന്നേ കറി, അതിരിപ്പുണ്ട്. അത് അതിന് നല്ല ടേസ്റ്റാ. നല്ല കറിയായിരുന്നല്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിളുകളിൽ ഒന്നാണിത്. ഇതുണ്ടല്ലോ, ഞാൻ നല്ലപോലെ കഴുകി, കുറേ തവണ കഴുകി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഇന്നലെ വൈകിട്ട് വെച്ചിരുന്നു. രാവിലെ സവോളയും കോളിഫ്ലവറും കൂടെ മസാല എല്ലാം കൂടെ ഇട്ട് വേവിച്ചു. മീറ്റ് മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ. എന്നിട്ട് കുറച്ച് തേങ്ങായും പെരിഞ്ചീരകവും കൂടെ അരച്ച് ചേർത്തിട്ട് ചാറാക്കിയില്ല, ഇതുപോലെ ആക്കി എടുത്തു. പക്ഷെ അപ്പത്തിന് കൂട്ടാൻ നല്ലതായിരുന്നു. അതെ അതെ, നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചോ? മീൻമുട്ട വേണ്ടേ? മീൻമുട്ടയും കൂടെ. ഇതുണ്ടല്ലോ, പക്ഷെ ചപ്പാത്തിക്കാന്ന് തോന്നുന്നു ഏറ്റവും നല്ലത്. ഞാൻ പറയാൻ വരുമായിരുന്നു, അത് അമ്മ രാവിലെ പറഞ്ഞു. രാവിലെ ഞാൻ ഓർത്തത് 4 മണിക്ക് വരുമ്പോഴേക്കും ചപ്പാത്തി ഉണ്ടാക്കി ഇതുകൊണ്ട് തരാന്ന് വെച്ചായിരുന്നത്. പക്ഷെ നീ 10 മണിയായപ്പോ തന്നെ തിരിച്ചു വന്നല്ലോ. അതെ, 15 മിനിറ്റ് എങ്ങാണ്ടേ സ്കൂളിൽ ഇരുന്നുള്ളൂ. 15 മിനിറ്റ് ഇരുന്നോടാ? നിന്നെ അവിടെ വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നതേ ഉള്ളല്ലോ. നമ്മുടെ ടേസ്റ്റി മീൻ മുട്ടയും റെഡി. ഇത് കണ്ടിട്ടാണ് ഇപ്പൊ ഇത്ര വിശപ്പ് കൂടിയത് എനിക്ക് തോന്നുന്നുണ്ട്. മീനിന്റെ ആകെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇതും മുട്ടയായതുകൊണ്ടല്ലേ. കുഞ്ഞി കഴിച്ചേക്കാം, കഴിച്ചോ. അമ്മ കഴിക്കുന്നില്ലേ? എനിക്കിപ്പോ വേണ്ട, എനിക്ക് മീൻകറിയൊക്കെ വന്നിട്ട് മതി. നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ. അമ്മ ഇനി കഴിക്കാൻ പോവാ അല്ലേ? ഞാനിപ്പോ ഇല്ല, ഞാനത് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആണോ? നമുക്കേ മുറ്റത്ത് ശകലം പണി കൂടെ ഉണ്ട്, അതുകൂടി ചെയ്തിട്ട് കഴിക്കാം. മീൻകറി വാങ്ങിയേക്കാം. കുഞ്ഞി, ഞാനൊരു പുതിയ പരീക്ഷണം നടത്തുക കേട്ടോ. ഇതുകൊണ്ട് ഇവിടുത്തെ ഈ പുറകുവശത്തെ കാടേ എത്ര പറിച്ചാലും പിന്നെ കിളുത്ത് വരുവേ. ഞുള്ളി പറിക്കാനോട്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ഇത് ഉപ്പുകല്ല. അച്ഛയോട് ആരോ പറഞ്ഞെന്ന് ഉപ്പുകല്ലിട്ടാ മതി, ഇതെല്ലാം ഉണങ്ങിപ്പോക്കോളൂന്ന്. നമുക്ക് പരീക്ഷിച്ച് നോക്കാവേ. അറിയത്തില്ല, കുറച്ച് ഭാഗത്ത് ഇട്ട് നോക്കാം. അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കി കൂടി ഇടാം. നമ്മുടെ മിറ്റം നിറച്ച് ഇന്നലെ കാട് വെട്ടിപ്പിച്ചല്ലേ. ബാക്കിയെല്ലാം ഇത്. പക്ഷെ നമ്മളെ ഇതുണ്ട്, ഇതൊക്കെ എത്ര പറിച്ചാലും ഉണ്ടല്ലോ പിന്നെ ആവുകയും ചെയ്യും. ഇനി പറിക്കാൻ ഭയങ്കര പാടുവാ. ഇട്ട് നോക്കാം, ഉപ്പിട്ട് കുറച്ച് ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ പോകുന്നുണ്ടെങ്കിൽ ബാക്കി ഇടാം. ഞങ്ങളുടെ കൂടെ വരുന്നോ? ഒരവസരം തരാം, വരുവാണെങ്കിൽ ഇപ്പൊ വന്നോ. ഒരു വീട്ടിൽ ഒരു ജിമ്മൻ മതി എന്നായിരുന്നു തീരുമാനം. ഇപ്പൊ അത് 2 ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമല്ല, വേറെ 2 പേരെ ഞങ്ങളെ വഴിയിൽ നിന്ന് കേൾക്കാനും. അല്ല, ഒരു വീട്ടിലെ കാര്യം പറഞ്ഞത്. അങ്ങനല്ല, ഇവിടെ കുഴുത്തുള്ളിൽ ഒരു പുതിയ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം
നമ്മളെ സുഹൃത്തുണ്ട് ബീച്ചേട്ടൻ പറഞ്ഞു അവന്മാർ രണ്ടുപേരും പോകുന്നുണ്ട്, അപ്പോൾ ഏതായാലും നമുക്കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരവിടെ തൂക്കാലത്തല്ലേ പോയിക്കൊണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കുഴിത്തുള്ളി പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവന്മാർ പ്ലാൻ മാറ്റി, ഇവന്മാരും അങ്ങോട്ട് വരുവാണ്. ആ നിന്നെയൊക്കെ അല്ല തന്നെ കളരിയിൽ ഇരുത്തണം, എഴുതി പഠിക്കാൻ എൻ്റെ ഒരു ധാരണ. എന്താണാവോ പ്ലാനൊന്നുമില്ല, ഞങ്ങള് നമുക്ക് നോക്കാം. 10 ദിവസം കൊണ്ട് ഈ വയർ പകുതി കുറയ്ക്കണേ. അതിന് പട്ടിണി കിടന്നാ പോരെ. പട്ടിണി കിടന്നാലൊന്നും പറയത്തില്ലല്ലോ. പോയി നോക്കട്ടെ, എനിക്ക് പറ്റുന്ന സംഭവമാണേലും ഞാൻ മുന്നോട്ടുള്ളൂ. അപ്പൊ ഞാൻ ഏതായാലും ഇന്ന് ചെല്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാ, പോയിട്ട് വരാം. ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല, ഒരാഴ്ച പോയി നോക്കാം, അപ്പൊ അറിയാലോ. അത് കുഴപ്പമില്ല, ഞങ്ങൾ പോയിട്ട് വരാം. അതെ, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ചേട്ടാച്ചൻ പറഞ്ഞു ഇപ്പോഴേ പോകണ്ടെന്ന്. വളർച്ച മുരടിച്ചു പോകുമെന്ന് പറഞ്ഞു കുഞ്ഞിയെ ഭീഷണിപ്പെടുത്തി. ചുമ്മാ പറയുന്നേ, ഞാനും കൂടെ പോവാതിരിക്കാൻ. കുഞ്ഞേ, നമ്മുടെ വഴിയെല്ലാം കാട് തെളിച്ചപ്പോഴേ നല്ലതായില്ലേ? പക്ഷെ 10 ദിവസം കൊണ്ട് വീണ്ടും അതുപോലെ തന്നെ ആകും. നമ്മുടെ ജിമ്മന്മാര് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ, മൊട്ടയായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? അവര് സംഭവം ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ല അടിപൊളി സംഭവമാണ്. പുതിയ ജിമ്മല്ലേ, ഇഷ്ടം പോലെ ആളുമുണ്ട്. നമ്മളിപ്പം നമുക്കറിയത്തൊന്നുമില്ല, നമ്മളവിടെ ചെന്നു അവർ കുറെ എക്സസൈസ് ഒക്കെ തന്നു. ഇവര് നേരത്തെ പോകാൻ തുടങ്ങിയോണ്ട് ഇവന്മാരെ അവിടെ ചെന്നിട്ട് ആണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇവര് കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ പുള്ളി പറഞ്ഞു തന്ന പോലെ കുറെ എക്സസൈസ് ഒക്കെ അവിടെ ഇരുന്ന് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ് ഉടനെ എങ്ങാനും ഇതുപോലെ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി ഭയങ്കര മസിൽ പവർ ഒക്കെ ഉള്ള ആളാണ് മാഷ്. ശ്രമിച്ചാകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പരിശ്രമിക്കാന്ന് ഞാനും പറഞ്ഞു. വേറെ ചില പറഞ്ഞില്ലേടാ? പിന്നെ അതെ 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 എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കുഞ്ഞി, നമുക്കുള്ളതല്ല കേട്ടോ, ജിമ്മന്മാർക്കുള്ളതാന്ന് തോന്നുന്നു ഇതൊക്കെ. ചെലവ് കൂടുതലാ. അതെ, ഒരു മാസമായിട്ട് കുഞ്ഞു മുട്ട. അത് കൊള്ളാലോ. അപ്പൊ ഇന്നത്തെ മത്തി വറുത്തതും അയല വറുത്തതും ഒക്കെ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും. ഞങ്ങൾക്കും വേണം. ഇല്ല, നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറും മതി. നമുക്ക് ഉച്ചക്ക് പുരട്ടി വെച്ചേ മീനും കൂടി ഒന്ന് മത്തിയുണ്ട്. 2 അയല ഞാൻ ഇട്ടായിരുന്നു വറക്കാനെ. മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ മാറിപ്പോയോ? ഇല്ല, മത്തി 2 അയലുണ്ട്. അത് കറക്റ്റ് വെട്ടുന്നതിന് മുമ്പേ ഇരിക്കുന്ന പോലെ അങ്ങനെ വെച്ചോ. ഷേപ്പോ മത്തിയും അയലയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. മത്തിയും കൂടെ കിട്ടോ? മത്തിക്കാ ശരിക്കും എന്നാ കടിച്ച് മുറിച്ച് തിന്നാനുള്ളൊരിത്. ടേസ്റ്റും മത്തിക്ക. വറുത്ത് ചൂട് ചോറ് വെച്ചോണ്ട് നാളത്തേനുള്ളേ തേങ്ങ ചിരണ്ടി അങ്ങ് വെച്ചേക്കുവാണെങ്കിൽ രാവിലെ അല്ലെങ്കിലേ സമയം പോകും. പോപ്പിയുടെ ബസ് 7:45 വരും. അപ്പോഴേക്കും കാപ്പിയും ചോറും കൊടുത്ത് വിടണ്ടേ. കാപ്പി കഴിച്ചിട്ട് പോകും, ചോറ് കൊടുത്ത് വിടണം. വൈകിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിലേ എളുപ്പമുണ്ടല്ലോ. എനിക്ക് ഇക്കിളെടുക്കുന്നു. ഇക്കിളെടുത്താൽ മാറാനൊരു എളുപ്പ വഴിയുണ്ട്. എന്നാന്നറിയോ? 1 സ്പൂൺ പഞ്ചസാര നാക്കയിലോട്ടിട്ടിട്ട് അലിയിപ്പിച്ചിറക്കിയാൽ മതി. നാക്കയിലിട്ടങ്ങ് അലിയിപ്പിച്ചാൽ മതി, അന്നേരം ഇക്കിള് വെക്കോളും. മീനായില്ലേ? മീനായി. കഴിച്ചാലോ? വിളിച്ചോണ്ട് വരൂ. അപ്പൊ നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വരൂ. നല്ല പോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. പോപ്പിയെ വിളിച്ചേ. ഫുഡിന്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പൊന്നെ, എനിക്ക് ഫുഡ് വേണം, ഞാൻ ഫുഡ് കഴിക്കാനൊന്നും ഇല്ല. കഴിക്കണം, അതിന്റെ അളവൊക്കെ ഉണ്ടോന്നാ ചോദിച്ചത്. അതൊക്കെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കിനും പതുക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. പോപ്പി ആണെങ്കിലേ ചോറ് വേണ്ട, ചോറ് കഴിക്കില്ലെന്നൊക്കെ നമ്മളോട് പറയുമല്ലേ എന്ന് പറഞ്ഞ പോലെ. അതേന്നെ, ഓരോന്നോരോന്നായിട്ട് നിർത്തി കൊണ്ടുവരും. പഞ്ചസാര വേണമെന്നൊന്നുമില്ല, ഓരോന്നോരോന്ന് നിർത്തി. പോപ്പി അങ്ങോട്ട് വിളിച്ചേ. മീൻമുട്ട കൊള്ളാം, സൂപ്പറാ. മീൻമുട്ട ഇപ്പൊ നല്ല അല്ലേ മത്തി? മത്തിക്കകത്ത് നിറയെ മുട്ട ഉണ്ടായിരുന്നു. എനിക്കധികം ചോറ് വേണ്ട കേട്ടോ, ചക്കപ്പുഴുക്കുണ്ട്, നല്ല ചക്കപ്പുഴുക്കും. നാളെ തൊട്ടാട്ടെ നമുക്ക് മുട്ടയും ഫുഡിന്റെ അകത്ത് രാവിലെ പുഴുങ്ങിയത്
എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. കുറച്ച് ബ്രെഡ് നമ്മുടെ രാവിലെ അരച്ച കാന്ത അല്ല മുളകുണ്ടല്ലേ മുളക് വേണം, ചക്കയ്ക്ക് മുളക് വേണം, ചക്കപ്പുഴുക്കിന് മുളക് ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. ഒരു സ്പൂൺ വന്നെങ്കിൽ ഇതേ നല്ല സൂപ്പർ വത്തലമുളക് അരച്ചായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ എണ്ണയുടെ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. തണുപ്പായതുകൊണ്ട് എണ്ണ കുറഞ്ഞു പോയി. ഇതാ വേണ്ടത്. മീൻചാറ് വേണോ? കറിമീൻ വേണോ? എല്ലാരും വാ. എടാ ഇവനെ നമുക്ക് തരാതെ ഇവൻ ഷെയ്ക്കെല്ലാം അടിച്ചു കുടിക്കുന്നുണ്ടോ? ഷെയ്ക്ക് ഇത് വെയിറ്റ് വെക്കാനുള്ളവർക്കുള്ളതാണ്, വെയിറ്റ് കുറയ്ക്കാനല്ല. അത് ഞങ്ങൾ തന്നെ എന്തിനാ പോകുന്നേ? കൊള്ളാലോ. ആദ്യം ചോറ് തിന്നുന്ന കുറയ്ക്കും. അത് ഒരു ദിവസം നമ്മൾ എന്നാ പറയാ, നമ്മൾ ശീലിച്ച് വന്ന പല കാര്യങ്ങളും നമ്മൾ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുമല്ലേ ചെയ്യുന്നത്. അപ്പം പഞ്ചസാര വേണമെന്നില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഏതായാലും ഉണ്ടാക്കി വെച്ച ഫിഷ് ഫ്രൈ ഒക്കെ മൊത്തം ഇതിൽ 15 ഗ്രാം പ്രോട്ടീനേ ഉള്ളൂ, ബാക്കി മൊത്തം ഫാറ്റും കാലറീസും. ഇതാരാ ഈ ഫിഷ് ഫ്രൈ എല്ലാം മൊത്തം തിന്ന് വെറുതെ? ഞാനല്ല, ഞാനൊരു പീസ് എടുത്തു. കുഞ്ഞാ, എന്നിട്ട് കഴിച്ചേച്ചി പോയി നേരെ അവിടെ നിൽക്കുന്നുണ്ടോ? ഒമേഗ 3. അതെ അതെ അതെ. ഇവന്റെ കൂടെ ജിമ്മിൽ പോയിട്ട് അവിടെ ഉള്ളതെല്ലാം കൂടെ എന്നെ നോക്കുവോ? ഈ ചേട്ടൻ എന്നെ ഇതിന് വന്നു. പിന്നെ അവിടെ ഒത്തിരി പേരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ വരുന്നത്. ഉണ്ടെന്നേ, അമ്മച്ചിമാരുണ്ട്, അപ്പാപ്പന്മാരുണ്ട്, പിള്ളേരുണ്ട്, ഇഷ്ടംപോലെ ആളാണ്. നല്ല രസമാണ് പാട്ട് നോക്കിയിട്ട്. വരുന്നോ? വരുന്നുണ്ടോ? ആ അച്ചമ്മച്ചി വന്നിട്ട് അച്ചമ്മച്ചിയും കൂടെ കൂടി. അതാ പറഞ്ഞു, അച്ചമ്മച്ചി മസാജ് ഒക്കെ കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. അച്ചമ്മച്ചി താമസിക്കാതെ വരുമെന്നാ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, പിന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.